ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, സെക്യുലറിസം എന്നിവ തിരുകി കയറ്റിയ വിഷയത്തിൽ ചർച്ച വേണമെന്ന RSS നിലപാടിന് പിന്തുണയേറുന്നു. രണ്ടു വാക്കുകളും അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർത്തതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇക്കാര്യത്തിൽ ചർച്ച വേണം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, സെക്യുലറിസം എന്നിവ തിരികെ കയറ്റിയ വിഷയത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ തന്നെ അതിന്മേലൊരു ചർച്ച വേണം എന്നുള്ളൊരാവശ്യം വരികയാണ്. കഴിഞ്ഞ ദിവസം ദത്താത്രേയ ഹൊസബളയാണ് ഈ നിലപാട് വ്യക്തമാക്കിയത്. RSS നിലപാടിന് പിന്തുണയേറുന്ന കാഴ്ചയാണോ ഇപ്പോൾ കാണാൻ കഴിയുന്നത്? ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിയിലാണ് ദത്താത്രേയ ഹൊസബളെ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത് ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്ത ആദ്യ ഭരണഘടനയിൽ ഈ സോഷ്യലിസവും സെക്യുലറിസവും ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ നേതാക്കളെ ഒന്നാകെ ജയിലിലടച്ച് അതിനുശേഷം ഇന്ദിരാഗാന്ധി തിരികെ കയറ്റിയതാണ്. ഇതിന്മേൽ ചർച്ച വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇതാ ഇപ്പോൾ അതിന് പല നാനാ കോണുകളിൽ നിന്നും പിന്തുണയേറുകയും അത് ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. വിഷയത്തിൽ ചർച്ച വേണം എന്നാണ് അദ്ദേഹവും പറയുന്നത്. രണ്ടു വാക്കുകളും അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നതും. ഭരണഘടന ആമുഖത്തിലെ രണ്ട് വാക്കുകൾ ഇന്ത്യൻ നാഗരികതയ്ക്ക് എതിരാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് മനസ്സിലാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അന്നത്തെ അംഗങ്ങൾ, അതിന് രൂപം നൽകിയ ആളുകൾ അത് നിഷ്കരണം തള്ളിക്കളഞ്ഞത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച വേണം എന്നതാണ് അദ്ദേഹത്തിന്റെയും ആവശ്യം. അതായത് RSS മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അടിയന്തരാവസ്ഥ കാലത്ത് തിരികെ കയറ്റപ്പെട്ട, ഇന്ദിരാഗാന്ധിയാൽ തിരികെ കയറ്റപ്പെട്ട രണ്ട് വാക്കുകൾ അത് വേണമോ വേണ്ടയോ എന്നതിൽ ചർച്ച കൊഴുക്കുകയാണ്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.